ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനം എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും മനഃപ്പാഠമായ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനം 23-ാമത്തെ സങ്കീർത്തനമാണ്. നമുക്ക് നോക്കാം 23-ാമത്തെ സങ്കീർത്തനം. 23-ാമത്തെ സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനമാണ്. 6 വാക്യങ്ങൾ മാത്രമാണ് ഈ സങ്കീർത്തനത്തിൽ ഉള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ ആരാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് നാം വായിക്കുന്നു. തലക്കെട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്: ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അങ്ങനെയെങ്കിൽ 23-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സങ്കീർത്തനങ്ങളുടെ റാണി എന്നാണ് 23-ാമത്തെ സങ്കീർത്തനം അറിയപ്പെടുന്നത്. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം. 1 ശമൂവേൽ 22-ാം അധ്യായം 5-ാം വാക്യപ്രകാരം, ശൗൽ ദാവീദിനെ പിന്തുടരുന്ന കാലത്ത് താൻ ദുർഗത്തിൽ പാർക്കാതെ ഹെരേത്ത് കാട്ടിൽ ഒളിച്ചിരുന്ന കാലത്ത് എഴുതിയ സങ്കീർത്തനമാണിതെന്ന് പറയപ്പെടുന്നു. എന്നാൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം പ്രധാനമായും 2 വിധ പശ്ചാത്തലമാണ് ഈ സങ്കീർത്തനത്തിന് ഉള്ളത്. ഒന്നാമതായി ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് അബ്ശാലോമിൻ്റെ മത്സരകാലമെല്ലാം കഴിഞ്ഞ് ദാവീദ് രാജാവായ സമയത്ത് താൻ ഇതെഴുതിയെന്ന് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ദാവീദ് രാജാവാകുന്നതിന് മുൻപ് ആട്ടിടയനായി കാനനത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത് രചിച്ചുവെന്നും വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ 2 അഭിപ്രായത്തിൽ രണ്ടാമത്തേതാണ് ഈ സങ്കീർത്തനത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം. മാത്രമല്ല 23-ാം സങ്കീർത്തനത്തിൽ ആടുകളുടെ വലിയ ഇടയനായ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ആടുകളുടെ വലിയ ഇടയനായ കർത്താവാണ്. ഇനി നമുക്ക് 23-ാം സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. 6 വാക്യങ്ങളുള്ള 23-ാം സങ്കീർത്തനത്തെ നമുക്ക് പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇതിൻ്റെ 1-ാം വാക്യം ദാവീദിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദാവീദ് ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ കാരണങ്ങൾ. ഈ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളെ വീണ്ടും നമുക്ക് 3 ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. ഇതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ദൈവം ദാവീദിനെ പരിപാലിച്ച വിധങ്ങൾ. 5-ാം വാക്യം ശത്രുക്കളുടെ മുമ്പിൽ ദാവീദിനു വേണ്ടിയുള്ള ദൈവപ്രവൃത്തി. 6-ാം വാക്യം ദാവീദിൻ്റെ ദൈവസന്നിധിയിലുള്ള സമർപ്പണം. ഇനി നമുക്ക് 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം പഠിക്കാം. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇവിടെ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു. ദാവീദ് ഇടയനാണ്. ദാവീദ് ഇടയനായിരിക്കുമ്പോൾ തന്നെ താൻ പറയുന്നു യഹോവയാണ് തൻ്റെ ഇടയനെന്ന്. ദാവീദ് ദൈവത്തിൻ്റെ ആടാണെന്നാണ് ഇവിടെ പറയുന്നത്. ദാവീദിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദാവീദ് ഒരിക്കലും തൻ്റെ സ്ഥാനമാനങ്ങളിൽ പ്രശംസിച്ചിട്ടുള്ളവനല്ല. അതായത് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായപ്പോൾ ദാവീദ് പറയുകയാണ് തൻ്റെ രാജാവ് ദൈവമാണെന്ന്. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത്: എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. അതായത് തനിക്ക് ലഭിച്ച നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ദാവീദ് ഇവിടെ സമ്മതിക്കുന്നു. ദാവീദ് പറയുന്നു,
താൻ സംതൃപ്തിയോടെ ജീവിച്ചത് ദൈവം ഇടയനായി തന്നെ നടത്തിയപ്പോഴാണ്. ദൈവജനമായ ഇസ്രായേൽ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ താമസിച്ചതിനേക്കാളും ദൈവിക കരുതൽ അനുഭവിച്ചത് 40 വർഷത്തെ മരുഭൂമി യാത്രയിലാണ്. അത് ഒരിടയൻ തൻ്റെ ആടുകളെ നടത്തുന്നത് പോലെയായിരുന്നെന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ടാണ് 80-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നത്: ആട്ടിൻകൂട്ടത്തെ പോലെ യോസേപ്പിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളോവി ചെവി കൊള്ളണമേ, കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ഇവിടെ ഇടയന്മാരാണ് ആടുകളെ മേയ്ക്കുന്നത്, അല്ലാതെ ആട് സ്വയം മേയുകയല്ല. ദൈവത്തിൻ്റെ ജനത്തെ അവർ നടക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നടത്തുകയാണ് ചെയ്യുന്നത്. അവർ നിൽക്കുകയല്ല, ദൈവം അവരെ നിർത്തുകയാണ്. ആട് എവിടെ മേയണമെന്ന് ഇടയനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ ആട് സ്വന്തം ഇഷ്ടത്തിന് മേയുകയല്ല. ഇന്നൊരു പുൽമേട്ടിൽ ആട് മേയുമ്പോൾ നാളത്തെ കാര്യം എങ്ങനെയാകുമെന്ന് ആട് ചിന്തിക്കേണ്ട കാര്യമില്ല. നാളത്തേക്കുള്ളത് കരുതുവാൻ കഴിയുന്ന ഒരിടയൻ ആടിനുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. അതുകൊണ്ട് നാളെയെക്കുറിച്ചോർത്ത് നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. കാരണം വിചാരപ്പെടാൻ നമുക്കൊരിടയനുണ്ട്. നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ്. അതുമാത്രമല്ല, ആട് നിർഭയം പുൽമേടുകളിൽ മേയുന്നത് ആടിനു വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ഇടയനുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആടിനു വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരിടയനുള്ളതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരിടയനുണ്ട്. അതുകൊണ്ടാണ് 121-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടിയും ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു ഇടയനുണ്ട്. ഇനി നമുക്ക് ആരാണ് ഒരിടയനെന്ന് മനസ്സിലാക്കാം. ആരാണ് ഇടയൻ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായ പ്രകാരം ആരാണ് ഇടയനെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദയവായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം വായിക്കുക. നമുക്ക് നോക്കാം ആരാണ് ഇടയൻ. ഒന്നാമതായി, ആടുള്ളവനാണ് ഇടയൻ. 2, ആടുകൾക്ക് മുമ്പേ നടക്കുന്നവനാണ് ഇടയൻ. 3, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നവനാണ് ഇടയൻ. 4, ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നവനാണ് ഇടയൻ. 5, ആടുകളെ പുറത്തു കൊണ്ടുപോകുന്നവനാണ് ഇടയൻ. ഇങ്ങനെ 5 തരത്തിലുള്ള പ്രത്യേകതകൾ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷപ്രകാരം ഇടയനിൽ കാണുവാൻ കഴിയും. ആരാണ് ഇടയനെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ആടിനോടുള്ള ബന്ധത്തിൽ ഇടയൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആടിനോടുള്ള ബന്ധത്തിൽ ഒരിടയൻ ചെയ്യേണ്ട 6 തരം കാര്യങ്ങളാണ് ഇനി പറയുന്നത്. 1, ഇടയൻ ആടിനെ നടത്തുന്നു. 2, കിടത്തുന്നു. 3, കൂടെയിരിക്കുന്നു. 4, വിരുന്നൊരുക്കുന്നു. 5, തണുപ്പിക്കുന്നു. 6, അഭിഷേകം ചെയ്യുന്നു. ഇങ്ങനെ 6 തരം കാര്യങ്ങളാണ് ആടിനോടുള്ള ബന്ധത്തിൽ ഇടയൻ ചെയ്യേണ്ട ശുശ്രൂഷകൾ. 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരാടിന് ഇടയനുള്ളിടത്തോളം കാലം അതിന് മുട്ടുണ്ടാകുകയില്ല. ഒരു വിശ്വാസിക്ക് ആശ്രയമായി ദൈവമുള്ളിടത്തോളം കാലം അവൻ നിരാശപ്പെട്ടു പോകേണ്ടതില്ലെന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ 2-ാം വാക്യം നോക്കാം. 2-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഒരു നല്ല ഇടയൻ ഉണങ്ങി ശൂന്യമായി കിടക്കുന്ന പുൽമേടുകളിലേക്കല്ല തൻ്റെ ആടുകളെ കൊണ്ടുപോകുന്നത്, മറിച്ച് പച്ചയായതിലേക്കാണ്.
മോശ തൻ്റെ അമ്മാവിയപ്പൻ്റെ ആടുകളുമായി മരുഭൂമി കണ്ട് മടങ്ങിപ്പോകാതെ മരുഭൂമിക്കപ്പുറത്തുള്ള ഹോരേബോളം ചെല്ലുന്നു. ഒരു നല്ല ഇടയൻ അല്ലെങ്കിൽ ഒരു നല്ല ശുശ്രൂഷകൻ തിരുവചനമാകുന്ന 66 പുൽമേടുകളിലൂടെ തൃപ്തിയാകും വണ്ണം തൻ്റെ ജനത്തെ നയിച്ച് തൻ്റെ ആടുകളെ മേയിച്ച് അവയ്ക്ക് ദാഹിക്കുമ്പോൾ കലങ്ങിമറിയുന്ന യോർദാനിലേക്കല്ല നയിക്കുന്നത്, മറിച്ച് ശാന്തമായി ഒഴുകുന്ന അല്ലെങ്കിൽ തണുപ്പിക്കാൻ കഴിയുന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് അവയെ നയിക്കുന്നു. അതുകൊണ്ട് ഒരു നല്ല ഇടയൻ തൻ്റെ ആടുകളെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു, മാത്രമല്ല സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുകയും ചെയ്യുന്നു. ഇനി 3-ാം വാക്യം നോക്കാം. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ആകുലതകളും ആശങ്കകളുമില്ലാതെ ഈ മരിയാത്ര തുടരുവാൻ കഴിയുന്നത് ആശ്വാസദായകനായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉള്ളതുകൊണ്ടാണ്. ആടിൻ്റെ പ്രാണനെ വെള്ളം കൊണ്ട് ഇടയൻ തണുപ്പിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ ആത്മീയ ദാഹത്തെ അഥവാ അവൻ്റെ പ്രാണനെ തിരുവചനത്താൽ തണുപ്പിക്കുന്നു. സങ്കീർത്തനം 19-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഇടയൻ തൻ്റെ ആടിൻ്റെ പ്രാണനെ വെള്ളത്താൽ തണുപ്പിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പ്രാണനെ തിരുവചനത്താൽ തണുപ്പിക്കുന്നു. പാപവഴികളിലേക്കല്ല, മറിച്ച് നീതിയുള്ള പാതകളിലേക്ക് നമ്മെ നടത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് 4-ാം വാക്യം നോക്കാം. 4-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ ദേശത്തെ വനപ്രദേശങ്ങളെല്ലാം താഴ്വരകളിലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഒരു പുൽമേട്ടിൽ നിന്ന് അടുത്ത പുൽമേട്ടിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഈ നിബിഡ വനത്തിലൂടെ കടന്നു വേണം അടുത്ത പുൽമേട്ടിലേക്ക് കയറാൻ. ആടിനെ സംബന്ധിച്ചിടത്തോളം ആടെന്ന് പറയുന്ന മൃഗം ഇരുളിനെ പേടിയുള്ള ജീവിയാണ്. ആടിന് ഈ കൂരിരുൾ താഴ്വര കടക്കാതെ അടുത്ത പുൽമേട്ടിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഒരു പരിശോധനയിലൂടെ അല്ലാതെ ദൈവ പൈതൽ ഒരു നന്മയിലേക്ക് പ്രവേശിക്കുകയില്ല. ഈ വനപ്രദേശങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ ഘോര വനത്തിൽ ആടുകളെ ഉപദ്രവിക്കുന്ന ദുഷ്ടമൃഗങ്ങൾ ഉണ്ട്. ആടിനോടുള്ള ബന്ധത്തിൽ ഈ താഴ്വര എപ്പോഴും ഒരു മരണനിഴലിൻ്റെ താഴ്വരയാണ്. എന്നാൽ അവിടെയും ആടിനെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഇടയൻ്റെ സാന്നിധ്യമാണ്. വേദപുസ്തകത്തിൽ കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞാൽ അത് മരണനിഴലിൻ്റെ താഴ്വരയാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവമായ യഹോവയ്ക്കുള്ളതാണെന്ന് വചനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസിക്ക് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരണനിഴലിൻ്റെ താഴ്വര കടന്നു വന്നാലും നമ്മുടെ നല്ല ഇടയനായ കർത്താവ് കൂടെയുള്ളപ്പോൾ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് 5-ാം വാക്യം നോക്കാം. 5-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ചോദിച്ചു, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? സങ്കീർത്തനം 78-ന്റെ 19-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഇങ്ങനെയാണ് സങ്കീർത്തനം 78-ന്റെ 19 വായിക്കുന്നത്: അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിന് മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം സങ്കീർത്തനക്കാരനായ ദാവീദ് ഇവിടെ പറയുന്നു. മരുഭൂമിയിൽ മാത്രമല്ല, ശത്രുക്കളുടെ മുമ്പിലും മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ദാവീദ് ഇവിടെ വിളിച്ചു പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയ ദൈവമക്കളെ, എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം?
ഏത് പ്രതിസന്ധികളിലും സന്തോഷകരമായ സാഹചര്യമൊരുക്കുവാൻ ദൈവത്തിന് കഴിയും എന്നതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. വീണ്ടും സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഒരുവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് തലയാണ്. തല അഭിഷേകത്താൽ നിറയുന്നുവെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ അഭിഷേകത്താൽ നിറയും. തല മനുഷ്യൻ്റെ ചിന്തയെ കാണിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ചിന്ത ആത്മാവിൻ്റെ ചിന്തയാണ്, മറിച്ച് ജഡത്തിൻ്റെ ചിന്തയല്ല. ജഡത്തിൻ്റെ ചിന്ത മരണമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അവസാന വാക്യം നമുക്ക് നോക്കാം. 6-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യഹോവ ഇടയനായിരിക്കുന്ന ഒരുവൻ നന്മയുടെ പുറകെ പോകേണ്ട കാര്യമില്ല. കാരണം അവൻ്റെ ഇടയൻ ദൈവമായിരിക്കുന്നിടത്തോളം കാലം നന്മ അവനെ പിന്തുടരും. ഒരു ദൈവ പൈതലിൻ്റെ നന്മ ദൈവമാണ്. സങ്കീർത്തനം 16 നാം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു, അവൻ എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതൽ നന്മയുടെ പുറകെ പോകേണ്ട കാര്യമില്ല. ദൈവത്തെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ നന്മ, അല്ലെങ്കിൽ ഒരുവൻ്റെ ഇടയൻ ദൈവമായിരിക്കുന്നിടത്തോളം കാലം നന്മ അവനെ തേടി വരും. ഈ അവസാന വാക്യത്തിൽ ദാവീദ് തൻ്റെ തീരുമാനം വെളിപ്പെടുത്തുകയാണ്. ദാവീദ് പറയുകയാണ്: ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദാവീദിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം കൊട്ടാരത്തിൽ പാർക്കുന്നതിനേക്കാളും യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നതാണ്. അതുകൊണ്ടാണ് 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. 27-ന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അങ്ങനെയെങ്കിൽ ദാവീദ് കൊട്ടാരത്തിൽ പാർക്കുന്നതിനേക്കാളും യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നതിനാണ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവാലയത്തിൽ പാർക്കുന്നതിൻ്റെ ഗുണമെന്താണ്? സങ്കീർത്തനം 84-ന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ രാജഭരണത്തെക്കാളും ദാവീദിന് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഇഷ്ടം. ഒരു ദൈവ പൈതലിന് ഭൗതിക ലോകത്തിലെ ഉയർച്ചകളുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിനേക്കാളും ദിനം തോറും നടത്തുന്ന ദൈവത്തെ സ്തുതിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതായിരിക്കണം ശ്രേഷ്ഠതയായി കാണേണ്ടത്. പ്രിയമുള്ളവരെ, 23-ാം സങ്കീർത്തനത്തിൽ ശത്രുവും കൂരിരുളിൻ്റെ അനുഭവവും ഉണ്ടെങ്കിലും അവിടെ വിരുന്നും അഭിഷേകവും ഉണ്ട്. 100-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ അനുഗ്രഹത്തോടെ നടത്തുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട്. അവൻ ആടുകളായ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ ക്രൂശിൽ നൽകിയ ദൈവമാണ്, അല്ലെങ്കിൽ ഇടയനാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, കൂരിരുണ്ട താഴ്വരയും ശത്രുവിനെയും കണ്ട് നീ ഭയക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി വിരുന്നും അഭിഷേകവും ഒരുക്കി നിന്നെ നടത്തുന്ന ഒരു നല്ല ഇടയൻ നിനക്കായി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നല്ല ഇടയനായ കർത്താവിൽ നമുക്ക് ആശ്രയം വെക്കാം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സങ്കീർത്തനത്താൽ അനുഗ്രഹിക്കട്ടെ. അടുത്ത സങ്കീർത്തനവുമായി വീണ്ടും വരുന്നതുവരെ ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഈ സങ്കീർത്തനം ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോവുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.